അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ബിക്കാനേറിലെ യാത്ര. മണൽ മാത്രമുള്ള മരുഭൂമിയിലാണ് ഗൈസ് ഞാനുള്ളത്. ഞാനിപ്പോൾ ഇതാ എല്ലാവരും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുഡിന് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഡേ ആണിത്. അങ്ങനെ ഗൈസ് ഈ പൊരിഞ്ഞ വെയിലത്ത് നടന്ന് ഞങ്ങളൊരു സ്ഥലത്തേക്ക് എത്തി, ഒരു ഡാബയിലേക്ക്. എല്ലാവരും വലഞ്ഞ് വശയായിട്ടിരിക്കുകയാണ് ഗൈസ്. എല്ലാവർക്കും ഭയങ്കര ക്ഷീണമാണ്. അങ്ങനെ ഞാൻ എന്നിട്ട് ചോദിച്ചു അൻകിജോട് എന്താണ് അൻകിജൊക്കെ പറയാനുള്ളത് ഈ സ്ഥലത്തിനെ പറ്റി. അപ്പോൾ അൻകിജ പറഞ്ഞ ആൾക്ക് ഒന്നും പറയാനില്ല, നല്ല പൊടിയാണ്, പൊടി നിറഞ്ഞിരിക്കുകയാണെന്നൊക്കെ. ഈ ആൾക്കാർ ഇപ്പോൾ രാവിലെ എണീച്ചപ്പോഴേക്കും ഞങ്ങളെയാണ് അവർ കണ്ടത്. എവിടുന്നോ വന്ന കുറച്ച് ആൾക്കാർ ഫുഡിന് വേണ്ടി ഇവിടെ നിൽക്കുന്നു. അവർ ഇപ്പോൾ ശരിയാക്കണുള്ള കാര്യം ഇതൊക്കെ കണ്ടിട്ട് എന്തോ ആയിപ്പോയി ഗൈസ്. എൻ്റെ ഗൈസ് ഞങ്ങൾ തിരിച്ചു പോകുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫേവറേറ്റ് സീറ്റ് എടുത്തു ഞങ്ങളുടെ, അതാണ് പിൻഭാഗം, ഓട്ടോൻ്റെ പിൻഭാഗം. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാധനങ്ങളൊക്കെ മേടിച്ചു ഞങ്ങൾ അമ്മേച്ചനെ വിട്ടു. ഓട്ടോക്കാരൻ്റെ ഉള്ളിൽ വരെ കൊണ്ടുപോയി ആക്കുന്നു വിചാരിച്ചു, പക്ഷെ ചതിച്ചു, അയാൾ ചതിച്ചു. അപ്പോൾ അങ്ങനെ അമ്മേച്ചനെ വിട്ട് ഞങ്ങൾ ഈ അന്തവും കുന്തവും ഇല്ലാത്ത ഈ വഴി കൂടെ ഞാൻ നടന്നു ബാക്കിയായി ഗൈസ്. നോക്കൂ ഗൈസ്, ഈ വഴീനെ നോക്കൂ. നമ്മൾ സ്കൈ ഈസ് ദ ലിമിറ്റ് എന്ന് പറയുന്നുണ്ട്, പക്ഷേ ഈ ലിമിറ്റ് ഇല്ലാത്ത വഴീനെ നമ്മൾ എന്ത് ചെയ്യും? പറയൂ, നിങ്ങൾ തന്നെ പറയൂ. കോളേജ് കഴിയുമ്പോഴേക്കൊരു വകയാവും ഞങ്ങൾക്ക് അപ്പോഴേ മനസ്സിലായിരുന്നു. ഇപ്പം തന്നെ പരിശീലമായ എൻ്റെ മുഖം നോക്കൂ, കണ്ടിട്ടൊന്നും തോന്നുന്നില്ല നിങ്ങൾക്ക്? അപ്പം അതാണ് ഗൈസ്. ഇനി ഇതൊക്കെയാണ്, ഇനിയും വ്ളോഗുകൾ വരും. അപ്പം നമുക്ക് ഇനിയും വ്ളോഗുകളായിട്ട് പിന്നെ കാണാം. ശരി എന്നാ.